ഹലോ ചക്കരകളെ, ഇന്ന് അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ വേണം, പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, സവാള, മല്ലിയില. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ചിക്കൻ അരച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് മൈദ നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ എല്ലാം പരുവത്തിലായിരിക്കണം അത് കുഴച്ചെടുക്കണം. കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇത് 4 മണി പലഹാരമായിട്ടും കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇത്. നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം ഗൈസ്. അപ്പോൾ കിച്ചു സ്കൂളിൽ നിന്ന് വരാനായി. കിച്ചു സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കിച്ചുവിന് ഇങ്ങനെ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോപ്പറിലാണ് അരിഞ്ഞ് മാവ് കുഴച്ച് നല്ല തലക്കുട്ടപ്പനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യമാണ് മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുള്ളത്. എനിക്ക് ഇതിനൊന്നും ക്ഷമയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസും ചിക്കൻ്റെ എല്ലാം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, സോൾട്ടെല്ലാം ഇട്ടിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട്, പിന്നെ ഈ നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മൈദയുടെ മിക്സില്ലേ അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മളെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമ്മളത് കുഴച്ചെടുത്തിട്ടുള്ളത്. അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പരത്തി നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റൗണ്ടിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഗ്ലാസ് വെച്ചിട്ട് ചെറുതാക്കിയിട്ടാണ് എടുക്കുന്നത്. ലാസ്റ്റ് എനിക്ക് മടിയായിട്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, വലിയൊരു പാത്രം വെച്ചിട്ട് റൗണ്ടാക്കി എടുത്തിട്ട് വേഗം ഒന്ന് തീർത്തു. കുഞ്ഞാകുമ്പോൾ നമുക്ക് കുറേ സമയം പരത്തി എടുക്കേണ്ട ആവശ്യമുണ്ട്, ഇത് വരുന്നുണ്ട്. അപ്പം കുറച്ച് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് ഇതിങ്ങനെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്തിട്ട് ഇവൾ ചെയ്യുന്ന ഷേപ്പല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിൽ കൊടുക്കാം, ഇത് ചുറ്റിച്ചിട്ട് എടുക്കണമെങ്കിൽ ചുറ്റിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് എന്തായാലും നമുക്കറിയാം ആവിയിൽ വെച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നന്നായി നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണെന്ന് ഞാൻ പറയില്ല. മൈദ ഹെൽത്തി അല്ല. അത് നമുക്ക് ഗോതമ്പ് പൊടിയിലോ അരിമാവിലോ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഹെൽത്തിയാണെന്ന് തന്നെ പറയാം. ഇതിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ഓയിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് ആവി കയറ്റാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒരു 20 മിനിറ്റെങ്കിലും നന്നായി കുക്കായി വരണം. ചിക്കൻ അടക്കം ഉള്ളതാണ്. അതുകൊണ്ട് 20 മിനിറ്റെങ്കിലും കുക്ക് ചെയ്ത ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അതിനായിട്ട് വേണ്ടുന്നത് ചട്നിയാണ്. അതിന് വേണ്ടുന്ന ചട്നി, മയോണൈസ് വേണമെങ്കിൽ മയോണൈസ് ഉണ്ടാക്കാം. പക്ഷേ മയോണൈസ് ഓയിൽ കൂടുതലായി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ മയോണൈസ് വേണ്ട, നമുക്കിങ്ങനെ ആക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് മോള് തന്നെയാണ് ചട്നി ഉണ്ടാക്കിയത്. അതിനാവശ്യമുള്ളത് തക്കാളി, സവാള, വെളുത്തുള്ളി, മല്ലിയില, ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ മിക്സിയിലേക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. എന്നിട്ട് അതിൽ ചില്ലി ഫ്ലേക്സ്, സോൾട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിലിൽ വേവിച്ചെടുക്കണം കേട്ടോ. ഓയിൽ വേവിച്ചെടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം, നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തക്കാളിയെല്ലാം ഇട്ടിട്ട് അതിന് ശേഷമാണ് ആദ്യം സവാള ഇട്ട് വേവിച്ച് പിന്നെ തക്കാളി ഇട്ട് വേവിച്ച് അതിന് ശേഷം മല്ലിയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കടകടകടാന്നിടിച്ചെടുക്കുക. ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മൾ മാറ്റാൻ കേട്ടോ. അധികം അങ്ങ് വെന്തുടയാൻ പാടില്ല. തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് കടകിടാ അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ചട്നി കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മയണൈസും വേണമെങ്കിൽ മയണൈസ് കൂടി ഇതിന് ഉണ്ടാക്കാം. പക്ഷേ മയണൈസ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം കിച്ചുവിന് മാംഗോ ജ്യൂസ് കൂടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നോക്കിയേ, ഞാൻ നോക്കുമ്പോഴത്തേക്കുണ്ട് ആദ്യം കട്ടെടുക്കുന്നു. സമയം ആവുന്നതിന് മുന്നേ അവൾ കട്ടെടുക്കുന്ന അതാണിത്, ഞാൻ കാണാണ്ട് പോയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കിച്ചുവിന് കൊടുക്കാം കേട്ടോ. കിച്ചുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഡെക്കറേറ്റ് ചെയ്തെല്ലാം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കിച്ചു ശരിക്കും സത്യസന്ധമായിട്ട് അഭിപ്രായം പറയൂ. അതിന് ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്ക് തോന്നുന്നതോള് ഏത് മീഡിയൻ്റെ മുമ്പിലും പറയും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എന്നെ പരമാവധി നമ്മളെ നാണം കെടുത്താനാണെന്നുള്ള ശ്രമിക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.